നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും വല്യച്ഛൻ ധൈര്യമായിരിക്കും, നമുക്ക് വേറെ വഴി നോക്കാം. അമ്മേ, തൽക്കാലം എന്റെ മുറിയില് വല്യച്ഛനും വല്യമ്മയും കിടക്കട്ടെ. പിന്നെ ആ ബാഗില് വല്യമ്മയുടെ മെഡിസിൻസും ഉണ്ട്, അത് കൃത്യമായിട്ട് ഒന്നെടുത്ത് കൊടുത്തേക്കണേ. അവനെ നിന്നോട് ഞങ്ങൾ കാണിച്ചതിനുള്ള ശിക്ഷയാ മോളെ ഇത്. നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കൂലായിരുന്നു. വല്യമ്മ ഇപ്പൊ വേറൊന്നും ചിന്തിക്കണ്ട. വന്നതും പോയതും ഒക്കെ പോട്ടെ, എല്ലാം ശരിയാവും. വല്യച്ഛന് പോലീസിലൊരു പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നു. കൊടുക്കണം, വെറുതെ അഡ്വക്കേറ്റുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് കൊടുക്കാം. അല്ല, പല്ലവിയും പ്രാർത്ഥനയൊക്കെ എന്തിയേ? അമ്മ, പല്ലവി മോനിയോടൊപ്പം പോയി, പ്രാർത്ഥന ഗോവിന്ദന്റെ അടുത്തേക്കും പോയി. ഗായത്രി, നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? അല്ല, മുഖം വല്ലാതിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, ഒരിക്കലും ഇല്ല ഏട്ടത്തി. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇപ്പൊ നടന്നേക്കുന്നത്. കേട്ടാൽ ആരും വിശ്വസിക്കില്ല ഗായത്രി. ഇന്നലെ വരെ ഞാൻ ആരെയും ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാമി.